വർക്ക് ആൻഡ് ടൈമിന്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നിർത്തിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്ത് നിർത്തിയത്. എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി 15 ദിവസം കൊണ്ടും തീർക്കും. എ 6 ദിവസം ജോലി ചെയ്ത ശേഷം നിർത്തിപ്പോയി, ബാക്കി ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചെയ്ത് നിർത്തിയത്. അടുത്തൊരു ടൈപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്: 16 പേർ ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം കൊണ്ട് ഒരു പാലം പണി പൂർത്തിയാക്കും. എങ്കിൽ 14 പേർ ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കുമെന്നാണ് ചോദ്യം, അല്ലെ? അപ്പോ 16 പേര് ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്യുവാണെങ്കിൽ ഒരു പാലം പണി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? 48 ദിവസം വേണം, അല്ലെ? അപ്പൊ 16 പേർക്ക് ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം വേണം ആ ഒരു ജോലി തീർക്കാൻ. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത ജോലി എന്താ? ഒരു പാലം പണി പൂർത്തിയാക്കുന്നുള്ള ജോലിയാണ് അവർ ചെയ്തത്. എങ്കിൽ 14 പേര്, അല്ലെ, ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലാതെ നമുക്ക് ലോജിക്കലും ചെയ്യാം. അപ്പൊ ഇവിടെ 16 എന്ന് പറയുന്നത് ആളുകളാണ്, പീപ്പിൾ ആണ്, അല്ലെ? ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ് 16 എന്ന് പറയുന്നത്. അവര് ജോലി ചെയ്യുന്ന സമയമാണ് 7 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ ടൈമാണ് ഏതെന്ന് പറയുന്നത് 7 മണിക്കൂർ എന്ന് പറയുന്നത്, അല്ലെ? 48 ദിവസം കൊണ്ട്, അപ്പൊ അത് ദിവസങ്ങളാണ്, ഡേയ്സ് ആണ് എത്ര എന്ന് പറയുന്നത്? 48 എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന വർക്കുണ്ട്, വർക്കാണ് ഒരു പാലം എന്ന് പറയുന്നത്, അല്ലെ? അടുത്ത ബാക്കി പറയുമ്പോഴേ അതുപോലെ തന്നെ 14 പേര്, അത് പീപ്പിൾ ആണ്, ആളുകളാണ്, ജോലി ചെയ്യുന്നവരാണ്. ദിവസം 12 മണിക്കൂർ വീതം, അപ്പൊ 12 എന്ന് പറയുന്നത് ടൈമാണ്, അല്ലെ? എത്ര ദിവസം കൊണ്ട്, ആ ദിവസങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പാലം പണി പൂർത്തിയാകും, അവിടുത്തെ വർക്ക് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫോർമുല ഉപയോഗിക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാം നമുക്ക് ഫോർമുല: P1 T1 D1, പീപ്പിള്, ടൈം, ഡേയ്സ്, ദിവസങ്ങൾ, ഡിവൈഡഡ് ബൈ W1. ഈ ആളുകൾക്കും ടൈമിനും വർക്കിനും ദിവസങ്ങൾക്കും വിപരീത അനുപാതത്തിലാണ് വർക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ആ വർക്ക് താഴെ എഴുതുന്നത്. അതായത് ആളുകളുടെ എണ്ണം കൂടിയാൽ വർക്ക് പെട്ടെന്ന് തീരും. ഒരാൾ ചെയ്യുമ്പോൾ 50 ദിവസം എടുക്കുന്ന ജോലിയാണെങ്കിൽ 2 പേര് ചെയ്യുമ്പോൾ അതിന്റെ പകുതി ദിവസങ്ങൾ മതി, 25 ദിവസങ്ങൾ മതി, അല്ലെ? 10 പേരാ ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേര് ചെയ്യുമ്പോൾ 5 ദിവസം മതി. അപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോരുത്തരും ചെയ്യേണ്ട വർക്കിന്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ ദിവസങ്ങൾ കുറയും. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവരാകെ ചെയ്യേണ്ട സമയം കുറയും, അല്ലെ? അപ്പോൾ ഈ ആളുകളുടെ എണ്ണം, ടൈം, ഡിസ്റ്റൻസ്, ഡേയ്സ്, ഇത് മൂന്നിനും വിപരീത അനുപാതത്തിലാണ് വർക്ക് ഉള്ളത്. അതുകൊണ്ടാണ് വർക്ക് താഴെ എഴുതിയത്. ഈക്വൽ ടു, അടുത്ത എങ്ങനെയാ പറയുന്നേ? P2 T2 D2 by W2. ഇതാണ് ഫോർമുല. P1 T1 D1 by W1 equal to P2 T2 D2 by W2. ഇതാണ് ഫോർമുല. ആ ഫോർമുലയിലോട്ട് കൊടുത്തു വേണേ നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇതേ സംഭവം തന്നെ ഫോർമുല കൊടുക്കാതെ നമുക്ക് ലോജിക്കൽ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ നമുക്ക് പറഞ്ഞ 16 പേര്, അല്ലെ, ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം കൊണ്ട്, അല്ലെ? അത് ഇത്രയും നമ്മൾ മുകളിൽ എഴുതി. 16 പേര് ആളുകളായിരുന്നു, ദിവസം 7 മണിക്കൂർ വീതമായിരുന്നു അവർ ജോലി ചെയ്യുന്നത്. 48 ദിവസങ്ങളാണ് അവരാകെ ജോലി ചെയ്തത്. 16 പേര് ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം കൊണ്ട് അവര് ചെയ്യുന്ന വർക്ക് ഒരു പാലം പണി പൂർത്തിയാക്കുക എന്നുള്ളതല്ലേ? ആ വർക്കിനെ നമ്മൾ താഴെ എഴുതി. മുകളിലുള്ളവരുടെ ഇത് ആളുകളാണ്, ഇത് ദിവസങ്ങളാണ്, അല്ലെ? മണിക്കൂറുകളാണ്, ഇത് ദിവസങ്ങളാണ്. വർക്കിനെ നമ്മൾ താഴെ എഴുതി. അടുത്ത എങ്ങനെയാ പറയുന്നത്? 14 പേര് ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും? 14 പേര് ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും?
അപ്പൊ ഇവിടെ 14 എന്ന് പറയുന്ന ആളുകളാണ്. ദിവസം 12 മണിക്കൂർ വീതമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് ടൈമാണ്. എത്ര ദിവസം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കൊടുത്തു. അത്തരം ഒരു പാലം, അപ്പൊ ഇവരുടെ വർക്ക് ഒന്നാണ്, അതും ഒരു പാലമാണ്. ആ വർക്കിനെ നമ്മൾ മുകളിൽ എഴുതി. മുകളിലുള്ളവരുടെ വർക്കിനെ താഴെയും താഴെയുള്ളവരുടെ വർക്കിനെ മുകളിൽ എഴുതി. അല്ലെ, നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? 7ഉം 14 വെട്ടാം. 7ന്റെ ഇരട്ടിയാണ് 14. അല്ലെ, 2ഉം 16 വെട്ടാം. അല്ലെ, 16ന്റെ പകുതി 8ആണ്. ഇനിയോ 12ഉം 48 വെട്ടാം. 12 4 അല്ലേ 48. അപ്പൊ ഇനി ബാക്കിയുള്ളത് 8 ഗുണം 4 ആണ്. 8 ഗുണം 4 എത്ര എന്ന് കിട്ടി? 32 എന്ന് കിട്ടി. അപ്പൊ എത്രയാണ് ആൻസർ? 32 ആണ് ആൻസർ. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മൾ ഇങ്ങനെ പറഞ്ഞത് 16 പേര് ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം കൊണ്ട് ഒരു പാലം പണി പൂർത്തിയാക്കും. എങ്കിൽ 14 പേര് ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും? അല്ലെ, അപ്പോ നമ്മൾ ഫോർമുല പറഞ്ഞു. അപ്പൊ ഫോർമുലയാ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ പറഞ്ഞേ? P1 T1 D1 by W1 equal to P2 T2 D2 by W2 എന്നാണ് ഫോർമുല പറഞ്ഞത്. P1 T1 D1 by W1. അല്ലെ, വർക്ക് വേണം താഴെ വരാൻ, അത് ശ്രദ്ധിച്ചോണം. ചോദ്യം വായിക്കുന്ന നമുക്ക് മനസ്സിലാകും വർക്ക് ഏതാണ്, ആൾക്കാർ ഏതാണ്, ടൈം ഏതാണ്, ദിവസം ഏതാണെന്നുള്ളത്. അത് ശ്രദ്ധിച്ച് വില കൊടുക്കുക. ഈക്വൽ ടു P2 T2 D2 by W2. അല്ലെ, അപ്പൊ ഇതിലോട്ട് നമുക്ക് വില കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? 16 പേര് ദിവസം 7 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 48 ദിവസം കൊണ്ട് ഒരു പാലം പണി പൂർത്തിയാക്കും. ആ ഒന്നിനെ താഴെ എഴുതുന്നു. അല്ലെ, എങ്കിൽ 14 പേര് ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും? താഴെയുള്ളവരുടെ വർക്കിനെ മുകളിൽ എഴുതി, മുകളിലുള്ളവരുടെ വർക്കിനെ താഴെ എഴുതി. ചോദ്യം വായിക്കുമ്പോഴേ ക്ലിയർ ആണ്. 16 പേര് ആളുകളാണ്, അല്ലെ, വർക്കല്ല. ദിവസം 7 മണിക്കൂർ വീതം, മണിക്കൂറാണ്, സമയമാണ്, വർക്കല്ല. 48 ദിവസം കൊണ്ട്, ദിവസങ്ങളാണ്, വർക്കല്ല. ഒരു പാലം പണി പൂർത്തിയാക്കും. ഒരു പാലമാണ്, വർക്കാണ്, അല്ലെ. ആ വർക്ക് ഇവിടെ നമ്മൾ എഴുതിയ താഴെ എഴുതിയത്. തിരിച്ചു അതുപോലെ തന്നെ 14 പേര് 12 ദിവസം കൊണ്ട് 12 മണിക്കൂർ വീതം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത്തരം ഒരു പാലം പണി പൂർത്തിയാക്കും? അല്ലെ, ക്യാൻസൽ ചെയ്യുന്നു. എങ്ങനെ വേണേലും ക്യാൻസൽ ചെയ്യാം. 7ഉം 14 വെട്ട എത്ര തവണ? 2 തവണ. അല്ലെ, 2ഉം 16 വെട്ട എത്ര തവണയാണ്? 8 തവണയാണ്. ഇനിയോ 12ഉം 48 വെട്ടാം. 12 ഗുണം 4 ആണ് 48. ഇനി ബാക്കിയുള്ളത് 8 ഗുണം 4 എത്ര ആണ്? 32 ആണ്. അല്ലെ, അപ്പൊ എത്രയാണ് ആൻസർ? 32 ദിവസം എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ ടൈപ്പ് അടുത്തൊരു ചോദ്യമാണ്. 40 പേർ ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 25 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കും. എങ്കിൽ 50 പേർക്ക് 10 ദിവസം കൊണ്ട് അത്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണം? അല്ലെ, അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? 40 പേരുടെ കാര്യം പറയുന്നുണ്ട്. അല്ലെ, 40 പേര് ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ, അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണം പറയുന്നത് ഇതാണ്, 40 ആണ്. ദിവസം 8 മണിക്കൂറാണ് അവരുടെ സമയം പറയുന്നത്. 25 ദിവസമാണ് പറയുന്നത്. അല്ലെ, അവിടുത്തെ വർക്ക് എത്ര? ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അങ്ങനെയാണെങ്കിൽ 50 പേർക്ക്, അടുത്ത പറയുന്ന ആളുകളാണ് 50 എന്ന് പറയുന്നത്, 10 ദിവസം കൊണ്ട്, അല്ലെ, അത്തരം ഒരു പൂന്തോട്ടമാണ് അവർക്ക് ഉണ്ടാക്കേണ്ടത്. എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എങ്ങനെ ചെയ്യാം? 40 പേര് ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 25 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കും. അതല്ലേ അവിടുത്തെ വർക്ക്. ആ ഒന്നിനെ താഴെയല്ലേ എഴുതണ്ടേ? ഇൻറ്റു 1 എന്ന് എഴുതി. അല്ലെ, എങ്കിൽ 50 പേർക്ക് 10 ദിവസം കൊണ്ട് അത്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ, അല്ലെ, 10 ദിവസം കൊണ്ട് അത്തരം ഒരു പൂന്തോട്ടം. അപ്പൊ അവരുടെയും വർക്ക് എത്രയാണ്? 1 ആണ്. അതിനെ എവിടെ എഴുതി? മുകളിൽ എഴുതി. ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണം? എത്ര മണിക്കൂർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, നേരത്തെ പോലെ നമുക്ക് വെട്ടാം.
25 50 വെട്ട എത്ര തവണയാണ്? 25ന്റെ ഇരട്ടിയാണ് 50, 2 തവണ. 40ലെ 0വും 10ലെ 0വും കൂടെ വെട്ട 2ഉം 4 കൂടെ വെട്ട അല്ലെ എത്ര തവണ? 2 തവണ. ഇനി ബാക്കിയുള്ളത് 2 ഗുണം 8 എത്രയാണ്? 16 ആണ്. അപ്പൊ എത്ര മണിക്കൂർ അവർ ജോലി ചെയ്യണം? 16 മണിക്കൂർ അവർ ജോലി ചെയ്യണം. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ പറഞ്ഞ് 40 പേര് ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 25 ദിവസം കൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കും. എങ്കിൽ 50 പേർക്ക് 10 ദിവസം കൊണ്ട് അത്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണം? അല്ലെ? അപ്പോ ഏതൊക്കെയാ പറഞ്ഞു? 40 പറഞ്ഞു, 40 പറഞ്ഞു അല്ലെ? ദിവസം 8 മണിക്കൂറാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ നമ്മള് ഫോർമുലയിലോട്ട് വില കൊടുത്തപ്പോൾ 40 ഗുണം 8 ഗുണം 25 അല്ലെ? ഒരു പൂന്തോട്ടം എന്നുള്ളതാ പറഞ്ഞത്. ആ വർക്ക് എവിടെ എഴുതേണ്ടത്? നമ്മൾ താഴെയല്ലേ ഒന്ന് എഴുതേണ്ടത്? ഒന്ന് താഴെ എഴുതി. അടുത്ത എങ്ങനെയാ പറയുന്നത്? 50 പേർക്ക് അല്ലെ? 50 പേർക്ക് 10 ദിവസം കൊണ്ട് അത്തരം ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ. അപ്പൊ ഇതല്ലേ വർക്ക്? അതവിടെ എഴുതേണ്ടത്. താഴെയുള്ള വർക്ക് മുകളിലല്ലേ എഴുതേണ്ടത്? ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യണം? എത്ര മണിക്കൂർ എന്നുള്ളതാ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 25 50 വെട്ട എത്ര തവണയാ? 2 തവണയാണ് അല്ലെ? 2ഉം 8 വെട്ട എത്ര തവണയാ? 4 തവണയാണ്. 40ലെ 0വും 10ലെ 0വും കൂടെ വെട്ട. ഇനി അവിടെ മുകളിൽ ബാക്കിയുള്ള സംഖ്യകൾ 4 ഗുണം 4 ആണ് അല്ലെ? എത്ര കിട്ടും ആൻസർ? 4 ഗുണം 4 16 അല്ലെ? അപ്പൊ എത്ര ദിവസമാണ് അവർക്ക് വേണ്ടി വരുന്നത്? എത്ര മണിക്കൂറാണ് അവർ ജോലി ചെയ്യേണ്ടത്? 16 മണിക്കൂർ അവർ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 പമ്പുകൾ ദിവസം 8 മണിക്കൂർ വീതം പ്രവർത്തിച്ചാൽ 2 ദിവസം കൊണ്ട് ഒരു ടാങ്ക് കാലിയാകും അല്ലെ? 3 പമ്പുകളാണ്. ദിവസം 8 മണിക്കൂർ വീതം പ്രവർത്തിക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു ടാങ്ക് കാലിയാകും. എങ്കിൽ 4 പമ്പുകൾക്ക് ഒരു ദിവസം കൊണ്ട് ആ ടാങ്ക് കാലിയാക്കാൻ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? അപ്പോ എത്ര പേരാ ഇവിടെ ജോലി ചെയ്യുന്നത്? 3 പേരാണ്. നേരത്തെ ആളുകളുടെ സ്ഥാനത്ത് ഇവിടെ പമ്പുകളാ ജോലി ചെയ്യുന്നുള്ളൂ. 3 പമ്പുകളാണ് ജോലി ചെയ്യുന്നത്. ദിവസം 8 മണിക്കൂർ വീതമാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് അവർക്ക് വേണ്ടി വരുന്ന ദിവസങ്ങൾ 2 ദിവസങ്ങളാണ്. അവർ ചെയ്യുന്ന വർക്ക് ഈ 3 പമ്പുകൾ 8 മണിക്കൂർ വീതം ജോലി ചെയ്ത് 2 ദിവസം കൊണ്ട് അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ടാങ്ക് കാലിയാക്കുക എന്നുള്ളതാണ്. എങ്കിൽ അതേ ജോലി തന്നെ, അതായത് ആ ടാങ്ക് കാലിയാക്കാൻ തന്നെ 4 പമ്പുകൾക്ക് ഒരു ദിവസം കൊണ്ട് ആ ടാങ്ക് കാലിയാക്കണമെങ്കിൽ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നമ്മൾ ചെയ്യുന്നു എങ്ങനെ? 3 പമ്പുകൾ 3 ഇൻറ്റു ദിവസം 8 മണിക്കൂർ വീതം 8 ഇൻറ്റു 2 ദിവസം കൊണ്ട് ഒരു ടാങ്ക് കാലിയാക്കും. വർക്ക് 1 ആണ്. 1നെ താഴെ എഴുതി അല്ലെ? എങ്കിൽ 4 പമ്പുകൾക്ക് ഒരു ദിവസം കൊണ്ട് ആ ടാങ്ക് കാലിയാക്കാൻ അപ്പൊ അവിടുത്തെ വർക്ക് ഒരു ടാങ്ക് എന്നുള്ളതാണ്. മുകളിൽ 1 തന്നെ. എത്ര മണിക്കൂർ പ്രവർത്തിക്കണം അല്ലെ? 4ഉം 2 കൂടെ വെട്ട എത്ര തവണയാ? 2 തവണ. 2ഉം 8 കൂടെ വെട്ട എത്ര തവണയാ? 4 തവണ അല്ലെ? 3 ഗുണം 4 എത്ര കിട്ടി? 12 കിട്ടി. അപ്പൊ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? 12 മണിക്കൂർ പ്രവർത്തിക്കണം. അപ്പൊ എങ്ങനെ പറഞ്ഞ്? 3 പമ്പുകൾ ദിവസം 8 മണിക്കൂർ വീതം പ്രവർത്തിച്ചാൽ 2 ദിവസം കൊണ്ട് ഒരു ടാങ്ക് കാലിയാകും അല്ലെ? എങ്കിൽ 4 പമ്പുകൾക്ക് ഒരു ദിവസം കൊണ്ട് ആ ടാങ്ക് കാലിയാക്കാൻ എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? അപ്പോ 3 പമ്പുകളാണ് അല്ലെ? 3 പമ്പുകളാണ്. ദിവസം 8 മണിക്കൂർ വീതമാണ് ജോലി ചെയ്യുന്നത്. 2 ദിവസം കൊണ്ടാണ് അവർ ആ ജോലി തീർക്കുന്നത് അല്ലെ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ ചെയ്യും? 3 പമ്പുകൾ അല്ലെ? ദിവസം 8 മണിക്കൂർ വീതം എത്ര ദിവസം കൊണ്ട്? 2 ദിവസം കൊണ്ട് എന്താ അവർ ചെയ്യുന്ന ജോലി? ഒരു ടാങ്ക് കാലിയാക്കുക എന്നുള്ളതാണ്. എങ്കിൽ 4 പമ്പുകൾക്ക് അല്ലെ ഒരു ദിവസം കൊണ്ട് ആ ടാങ്ക് കാലിയാക്കാൻ എന്ന് പറയുമ്പോൾ സെയിം ടാങ്ക് തന്നെ, സെയിം വർക്ക് തന്നെ. അതുകൊണ്ടാണ് രണ്ടിടത്ത് 1 തന്നെ കൊടുത്തത് അല്ലെ? എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? എത്ര മണിക്കൂർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 4ഉം 8 കൂടെ വെട്ട എത്ര തവണ? 2 തവണ. ബാക്കി 3 ഗുണം 2 6, 6 ഗുണം 2 എത്ര കിട്ടി? 12 മണിക്കൂർ പ്രവർത്തിക്കേണ്ടി വരും. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 ചിലന്തികൾ 7 ദിവസം കൊണ്ട് 7 വല നെയ്യുമെങ്കിൽ ഒരു ചിലന്തിക്ക് ഒരു വല നെയ്യാൻ എത്ര ദിവസം വേണം അല്ലെ? അപ്പോ 7 ചിലന്തികള്
7 ദിവസം കൊണ്ട് 7 വല നെയ്യും. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 7 ആണ് അല്ലെ. അവര് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ 7 ആണ്. അവര് ചെയ്യുന്ന വർക്കും എത്രയാണ്? 7 ആണ് അല്ലെ. ഒരു ചിലന്തിക്ക് ഒരു വല നെയ്യാൻ എത്ര ദിവസം വേണമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എഴുതുവാണെങ്കിൽ 7 ചിലന്തികൾ 7 ദിവസം കൊണ്ട് 7 വല നെയ്യുമെന്നാ പറഞ്ഞത്. അപ്പൊ ആ 7 വല എന്നുള്ളത് വർക്കാണ്. അത് നമ്മൾ മുകളിലല്ല എഴുതേണ്ടത്. മുകളിലുള്ളവരുടെ വർക്കിനെ നമ്മൾ താഴെയാണ് എഴുതേണ്ടത്. അപ്പൊ താഴെ വേണം 7 എഴുതാൻ അല്ലെ. അപ്പൊ ആ താളത്തിൽ 7 × 7 × 7 എന്ന് പോകരുത്, ശ്രദ്ധിച്ചോണം. 7 ചിലന്തികൾ 7 ദിവസം കൊണ്ട് 7 വല നെയ്യുന്നതാണ് അവരുടെ വർക്ക്. ആ 7നെ നമ്മൾ താഴെ വേണം എഴുതാൻ. ഇനി എന്താ ചോദ്യം? ഒരു ചിലന്തിക്ക് ഒരു വല നെയ്യാൻ അല്ലെ. ഒരു വല നെയ്യാൻ. അപ്പൊ ഒരു ചിലന്തിയുടെ വർക്ക് ഒരു വലയല്ലേ. അപ്പൊ മുകളിൽ എത്ര വേണം എഴുതാൻ? 1 വേണം എഴുതാൻ. എത്ര ദിവസം വേണം? ശരിയല്ലേ? 7 7 വെട്ടി, ബാക്കി എത്ര കിട്ടി? 7. അപ്പൊ ഒരു ചിലന്തിക്ക് ഒരു വല നെയ്യാൻ എത്ര ദിവസം വേണം? ഒരു ദിവസമല്ല, 7 ദിവസമാണ് വേണ്ടത്. തുടക്കക്കാരാകുമ്പോൾ ചോദ്യം വായിക്കുമ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. 7 ചിലന്തികൾക്ക് 7 ദിവസം വേണമെങ്കിൽ ഒരു ചിലന്തിക്ക് ഒരു ദിവസം മതിയും തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, എത്ര ദിവസമാണ് വേണ്ടി വരുന്നത്? 7 ദിവസം വേണം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100 പൂച്ചകൾ 100 ദിവസം കൊണ്ട് 100 എലികളെ പിടിക്കുമെങ്കിൽ 10 പൂച്ചകൾക്ക് 10 എലികളെ പിടിക്കാൻ എത്ര ദിവസം വേണം അല്ലെ. ഒന്ന് ചോദ്യം വായിച്ചു നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. 100 പൂച്ചകൾ 100 ദിവസം 100 എലികളെ പിടിക്കും. 10 പൂച്ചകൾക്ക് 10 എലികളെ പിടിക്കാൻ എത്ര ദിവസം വേണം? വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. എന്ന് വെച്ചാല് 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 2 മീറ്റർ ആഴവുമുള്ള കുഴി നിർമ്മിക്കാൻ ഒരാൾക്ക് എത്ര ദിവസം വേണം? ഒരു ദിവസം വേണം. എങ്കിൽ 2 പേർ എത്ര ദിവസം കൊണ്ട് 4 മീറ്റർ × 4 മീറ്റർ × 4 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും എന്നാണ് ചോദ്യം. അപ്പൊ 2 പേര് 4 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമുള്ള കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും എന്നല്ലേ പറഞ്ഞു. അപ്പോ ഒരാൾ ഒരു ദിവസം കൊണ്ട് അയാൾ ചെയ്യുന്ന വർക്ക് എന്താ? 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ വർക്ക് എവിടെ വേണം വരാൻ? താഴെ വേണ്ടേ വരാൻ അല്ലെ. മുകളിലുള്ളവരുടെ വർക്ക് നമ്മൾ താഴെയല്ലേ എഴുതുന്നത്. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. എങ്കിൽ 2 പേർ എത്ര ദിവസം കൊണ്ട്, അതല്ലേ കണ്ടുപിടിക്കണ്ടേ, എത്ര ദിവസം കൊണ്ട് 4 മീറ്റർ × 4 മീറ്റർ × 4 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. ആ താഴെയുള്ളവരുടെ വർക്ക് നമ്മൾ മുകളിലല്ലേ എഴുതണ്ടേ. അപ്പോ 4 × 4 × 4 മുകളിലല്ലേ എഴുതണ്ടേ. അപ്പൊ എങ്ങനെയാ പറഞ്ഞ്? ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. എങ്കിൽ 2 പേർ എത്ര ദിവസം കൊണ്ട് 4 മീറ്റർ × 4 മീറ്റർ × 4 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും അല്ലെ. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? 2 × 2 4 4 ക്യാൻസൽ ചെയ്യാം. അടുത്ത 2 × 2 4 4 ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്ര കിട്ടും? ആൻസർ 4 കിട്ടും. അപ്പൊ 2 പേർക്ക് ആ കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണമെന്നാ പറയുന്നത്? 4 ദിവസം വേണം. ഒന്നുകൂടെ പറയാം. ഒരാള് ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും അല്ലെ. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. അപ്പൊ അത് വർക്കാണ്. അത് താഴെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. അപ്പോ 1 × 1 × 4 × 4 സോറി 1 × 1 × എത്ര വരേണ്ടത്? 2 × 2 × 2 ആണ് അല്ലെ. താഴെയാണ് വരേണ്ടത്. 1 × 1 ഒന്നുകൂടെ പറയാം. അതായത് ഇങ്ങനായിരുന്നു. ഒരാള് ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും അല്ലെ.
വർക്ക് താഴെയാണെ വന്ന 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഇൻറ്റു 2 കുഴി നിർമ്മിക്കും എങ്കിൽ 2 പേര് എത്ര ദിവസം കൊണ്ട് അവരുടെ വർക്ക് ഏതാ 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കും. അത് മുകളിലല്ലേ വരണ്ടേ 4 ഇൻറ്റു 4 ഇൻറ്റു 4 കുഴി നിർമ്മിക്കും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 ഈ 2 4 വേണേ വെട്ടെ, ഇത് ചേർത്തിട്ട് 2 ഗുണം 2 4, മുകളിലത്തെ ഒരു 4 വെട്ടി, അടുത്ത 2ഉം 4 നമുക്ക് വെട്ടാം. 2ഉം 4 വെട്ടി എത്ര പ്രാവശ്യം കിട്ടി, 2 കിട്ടി അല്ലെ. ആ 2ഉം ഈ 2 വെട്ടാം. ബാക്കി ഇനി വന്നത് ഏത് മാത്രമാ 4 ആണ്. അപ്പൊ 2 പേര് 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഇൻറ്റു 4 മീറ്റർ ഉള്ള കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം, 4 ദിവസം വേണം. ശരിയല്ലേ.